ഏവർക്കും സിനി ലോഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമീർ പള്ളിക്കലിന്റെ സംവിധാനത്തിൽ സുരാജ് വെഞ്ഞാറമൂട്, ഗ്രേസ് ആന്റണി, സുധീർ കരമന എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി വന്ന ചിത്രമാണ് ഇഡി അഥവാ എക്സ്ട്രാ ഡീസന്റ്. ചേട്ടനെ ഏറെ സ്നേഹിക്കുന്ന അനിയന്റെ കഥയാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. പിന്നീട് ആ അനിയന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് ചിത്രത്തിന്റെ പ്രധാന പ്ലോട്ട് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ ഒരു ചിത്രം കമ്പയർ ചെയ്യുക മുകുന്ദനുണ്ണി അസോസിയേഷൻ എന്ന ചിത്രവുമായിട്ടായിരിക്കും. കാരണം ആ ഒരു വൈബാണ് ഈ ഒരു ചിത്രവും നമുക്ക് തരുന്നത്. ആ ഒരു ഡാർക്ക് ഹ്യൂമർ ഉണ്ടല്ലോ, ആ ഒരു പരിപാടി തന്നെയാണ് ഇതിലും സംവിധായകൻ പിടിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് സുരാജ് ഏട്ടൻ്റെ പെർഫോമൻസ് തന്നെയാണ്. നമ്മൾ അദ്ദേഹത്തിൽ നിന്നും ഇങ്ങനൊന്നും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. പുള്ളി അത് മനോഹരമായിട്ട് തന്നെ ആ ഒരു കഥാപാത്രം പുള്ളി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളും, പ്രത്യേകിച്ച് സുധീർ കരമണയാണെങ്കിലും ഗ്രേസ് ആന്റണി ആണെങ്കിലും ശ്യാമോഹനാണെങ്കിലും അവരുടേതായ റോള് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. വേറിട്ട ഒരു അവതരണ ശൈലിയാണ് ചിത്രത്തിനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ മുകുന്ദനുണ്ണി അസോസിയേഷന്റെ ആ ഒരു വൈബ് ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് കഥ പോകുന്നത്. എന്ന് വെച്ചാൽ അതേപോലെയല്ല, ആ ഒരു വൈബിലാണ് കഥ പോകുന്നത്. എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിനാണ് എക്സ്ട്രാ ഡീസന്റ് ആവുന്നത്? ആ ഒരു തുടക്കത്തിൽ എക്സ്ട്രാ ഡീസന്റ് ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ വേറൊരു സംഭവം ആവുന്നുണ്ട്. അത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കണം. സിനിമയിലേക്ക് വരുമ്പോൾ ഒരു പുതുമയുള്ള ഒരു കഥ തന്നെയാണ് ചിത്രത്തിൻ്റെത്. പക്ഷെ ഇത്തരം ചിത്രങ്ങൾ ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചിത്രങ്ങൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ചിത്രം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പക്ഷെ അത്രയ്ക്ക് ഇങ്ങനത്തെ ചിത്രങ്ങളോട് വലിയ താല്പര്യം ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നിരാശ സമ്മാനിക്കാൻ ചാൻസ് ഉണ്ട്. ട്രെയിലറിലേക്ക് വരികയാണെങ്കിൽ ഒരു കോമഡി പാറ്റേണിലായിരുന്നു ട്രെയിലറിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലും ചിത്രത്തിൽ കോമഡി ആയിരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. ചിത്രത്തിലേക്ക് വരുമ്പോൾ കോമഡി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കോമഡി ഉണ്ട്. പക്ഷെ പൊട്ടിച്ചിരിച്ച് അങ്ങനെ അർമാദിക്കാനുള്ള കോമഡി ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ആ ഒരു ചിത്രത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ചിരിച്ച് ആ ഒരു രീതിയിലാണ് ചിത്രത്തിൻ്റെ ഫ്ലോ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ ചിത്രങ്ങൾ, ആ ഒരു വൈബിൽ പോകുന്ന ചിത്രങ്ങൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ചിത്രത്തിൻ്റെ പ്രധാന പോസിറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഭിനേതാക്കളുടെ മികച്ച പ്രകടനം തന്നെയാണ്. വളരെ മനോഹരമായിട്ട് ഓരോരുത്തരും അവരുടേതായ കഥാപാത്രങ്ങളെ മനോഹരമാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. നേരത്തെ പറഞ്ഞതുപോലെ ഡാർക്ക് ഹ്യൂമർ ആയതുകൊണ്ട് ആ ഒരു പരിപാടിയാണ് ചിത്രത്തിലുടനീളം. അതിപ്പോൾ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോഴും നിങ്ങൾക്കായി സംവിധായകൻ ഒരുക്കി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഈ ഒരു ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക. എന്നാൽ ഈ ഒരു ചിത്രം ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ, ഇത്തരം ചിത്രങ്ങളോട് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം തിയേറ്ററിൽ തന്നെ പോയിട്ട് കണ്ട് ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.